ഒരു നിമിഷം കൊണ്ട് അവനോട് തകർത്ത് കളഞ്ഞത് അവളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ ഓർമ്മകളെയാണ്. ഇന്ന് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പല ആളുകളും ട്രോളുക അല്ലെങ്കിൽ പല ആളുകളും പ്രാങ്ക് ചെയ്യുക എന്നുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് യൂട്യൂബേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് ഏത് രീതിയിലാണ് ബാധിക്കുന്നുള്ളത് നമ്മൾ ഒരു വട്ടം ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രാങ്കുകളോ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ പ്രാങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന നിങ്ങൾ ഏതെങ്കിലും ചങ്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കും. നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ് ഇതേപോലെ ഫോൺ ചെയ്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് പാട്ട് എടുക്കുന്ന ആളുകൾ ഹെഡ്സെറ്റുകൾ കട്ട് ചെയ്തിട്ടുള്ള പ്രാങ്കുകളൊക്കെ നമ്മൾ പലതും കണ്ടാണ്. എന്നിട്ട് അവർക്ക് പുതിയ ഹെഡ്സെറ്റുകൾ കാര്യങ്ങൾ കൊടുക്കും. പക്ഷേ ഇവിടെ ആ ഒരു പയ്യൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അതേപോലെ ഹെഡ്സെറ്റിൽ പാട്ട് വെച്ചോ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഹെഡ്സെറ്റ് എന്തൊക്കെയും അവൻ പോയി കട്ട് ചെയ്തു. അതിനുശേഷം അവന് പ്രാങ്ക് ചെയ്താണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് പുതിയ ഹെഡ്സെറ്റ് കൊടുക്കുകയാണ് അവൻ ചെയ്തത്. പക്ഷേ ആ ഒരു സ്ത്രീക്ക് ആ ഒരു ഹെഡ്സെറ്റ് എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു അവന് ഓർത്തില്ല. കാരണം അവനത് അറിയില്ല. ആ ഒരു സ്ത്രീയുടെ മരിച്ചുപോയ ഭർത്താവിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ആ ഒരു സ്ത്രീ കൊണ്ടു നടക്കുന്നതാണ് ആ ഒരു ഹെഡ്സെറ്റ്. ഈ ഒരു ഹെഡ്സെറ്റ് കയ്യിലുള്ള സമയത്ത് തന്റെ മരിച്ചുപോയ ഭർത്താവ് തന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്ക് ആ ഒരു സ്ത്രീക്ക് ഉണ്ടായത്. അങ്ങനെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു സാധനമായിരുന്നു അവൻ അവിടെ കട്ടി നശിപ്പിച്ചുള്ളത്. അത് ആ ഒരു സ്ത്രീക്ക് എത്ര മാനസികമായുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് അവൻ ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തമാശകളും അല്ലെങ്കിൽ പ്രാങ്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവരുടെ ഇമോഷൻസ് മറ്റുള്ളവരുടെ ഫീലിംഗ്സ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുക. കാരണം അത് ആ ഒരു സ്ത്രീക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ ആയിരുന്നു. ആ ഒരു ഹെഡ്സെറ്റിന് പകരം വെക്കാൻ അവന് 100 പുതിയ ഹെഡ്സെറ്റ് വാങ്ങിക്കൊടുത്താലും ഒരിക്കലും മതിയാവില്ല. അത്രയും വാല്യുബിൾ ആണ് ആ സ്ത്രീക്ക് ആ ഒരു ഹെഡ്സെറ്റ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ ആരും ആവർത്തിക്കാതിരിക്കുക.